കിട്ടിയ കിറ്റുകളാണ് ഞാൻ കാണിക്കാം. പഞ്ചസാര, പിന്നെ നമുക്ക് കഞ്ഞി വെക്കാനായിട്ട് പൊടിയരി, മാവ്, ഈത്തപ്പഴം, മുളക് പൊടി, ജീരകം, ഉലുവ, പിന്നെ ചെറുപയർ, വെളിച്ചെണ്ണ, കടുക്, ഉപ്പ്, തേയില, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സവാള, പിന്നെന്താണ് അരി. അപ്പോഴേ അൽഹംദുലില്ലാ നമുക്ക് ഉമ്മാക്കും എനിക്കും കിട്ടി കിറ്റ്. പിന്നെ അൽഹംദുലില്ലാ രാവിലെ പോയി വാങ്ങി. ഈ വർഷത്തെ ആദ്യത്തെ റമദാൻ കിറ്റാണ്. അൽഹംദുലില്ലാ കഴിഞ്ഞ വർഷം ഇതുപോലെ കിട്ടി, ഒരുപാട് സാധനങ്ങൾ കിട്ടിയായിരുന്നു. അൽഹംദുലില്ലാ. പിന്നെ നമുക്ക് 2 കുഞ്ഞു മക്കൾക്കും നോമ്പുണ്ട് കേട്ടോ. മസ്രമോൾക്കും ഉണ്ട്, ഇന്നാമോൾക്കും ഉണ്ട്. എങ്ങനെയുണ്ട് മക്കളെ നോമ്പ്? മഴ ആയതുകൊണ്ട് കുഴപ്പമില്ല. നാട്ടിൽ മഴയാണ് കേട്ടോ, അങ്ങക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് വേറെ എവിടേക്കോ മഴയുണ്ട് എന്ന്. പിന്നെ സ്കൂളില്ലാത്ത ദിവസം ഇൻഷാ അല്ലാ നോമ്പ്, മിന്നാമൊക്കെ 6 വയസ്സേ ആയിട്ടുള്ളൂ കേട്ടോ. മസ്രമോളെ കൊണ്ട് സ്കൂളില്ലാത്ത ദിവസം നോമ്പ് പിടിപ്പിക്കാം. കാരണം അവർക്ക് 3ാമത്തെ സ്റ്റെയർ മുകളിലാണ് ഇവരെ ബിൽഡിങ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറക്കോ ഇറങ്ങക്കോ വരുമ്പോൾ കുട്ടികൾ തളർന്നു പോവും. ഒന്നത് മസ്രമോൾക്ക് ഹെൽത്തും ഇഷ്യൂസും ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ആദ്യമായിട്ടൊക്കെ പിടിപ്പിക്കുന്ന നോമ്പായതുകൊണ്ട് ഒന്നും അങ്ങനെ. കഴിഞ്ഞ വർഷം ഞാൻ ഒരു നോമ്പേ പിടിപ്പിച്ചില്ല, 27 രാവിൻ്റെ. പിന്നെ മസ്രമോളെ ജന്മദിനമാണ് മാർച്ച് 28. പിന്നെ അടുക്കള പണി ഒന്നും ആയിട്ടില്ല. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. രാവിലെ വീട് ക്ലീൻ ചെയ്യാനുള്ള പരുവം. വീടൊക്കെ എല്ലാം നീറ്റാക്കി തന്നെ ഇട്ടേക്കണം. എന്നാലും ഡെയിലി രാവിലെ. പിന്നെ ഉപ്പാക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകണം. നിങ്ങൾ ദുആ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഉപ്പാൻ്റെ സർജറിയാണ്. ഞാനിപ്പോൾ വൈകിട്ടൊരു വീഡിയോ ഇടും ഇൻഷാ അല്ലാ. പിന്നെ കഞ്ഞിയൊന്നും നമുക്കിവിടെ വെക്കേണ്ട. മദ്രസയിൽ അരച്ചീത്ത് കഞ്ഞിയുണ്ട്, പയർ തോരനും. അത് പോയി മിന്നമോള് മേടിക്കും, മസ്രമോള് മേടിക്കും. അവർ 2 കൂടെ പോയി മദ്രസയിൽ പോയി കഞ്ഞി മേടിക്കും. കുട്ടികളെ ഇവിടെ തൊട്ട് ഇറങ്ങുന്നിടത്ത് നമ്മുടെ മദ്രസയാണ്. പിന്നെ അൽഹംദുലില്ലാ അത്രയും സാധനം കിട്ടിയല്ലോ എന്നെ വലിയ സന്തോഷം, മാഷാ അല്ലാ. പിന്നെ മക്കൾക്ക് ഭയങ്കര ഹാപ്പിയാണ് ഈത്തപ്പഴമൊക്കെ കഴിക്കാനേ, മുത്തുമോനും മിച്ചുമോനും ഒക്കെ. ഇപ്പോൾ മുത്തുമോനും മിച്ചുമോനും ഇവിടെ ഉണ്ടായിരുന്നു, അടിയും കൂടി അങ്ങ് പോയി അപ്പുറത്ത്. കാരണം ഈ സാധനങ്ങൾ കണ്ടപ്പോൾ ഇന്ന് നേരം വെളുത്തോട്ട് ഈ സാധനത്തിലാണ് അവരെ കളി. പഞ്ചസാരയൊക്കെ അവരില്ലാണ്ടാക്കും. പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇനിയിപ്പോൾ നാളെ സ്കൂളുണ്ട്. പിന്നെ നമുക്ക് എന്നത്തെ പോലെ വേവിക്കണം. വൈകിട്ടാണ് നമ്മൾ ചോറൊക്കെ വെക്കുന്നത്. പിന്നെ കഞ്ഞി നമുക്ക് വെക്കണ്ട. പിന്നെ വേറെന്താ വിശേഷം? നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എനിക്ക് കമൻറ്റിൽ ഇട്ട് തരണേ. പിന്നെ വെളുപ്പാങ്കാലത്ത് ചായയും ചോറും ദോശയും മീൻകറി, ചമ്മന്തിയും ചോറുമായിരുന്നു. അവൾ രസവും ചോറും ദോശയും കഴിച്ചില്ലേ? മീൻകറി കഴിച്ചാ? അപ്പവും മീൻകറിയും കഴിച്ചവർ. ഇനി രാവിലെ കുളിപ്പിക്കാനൊക്കെ ഉള്ള ഒരുക്കങ്ങൾ വരാം. അല്ലെങ്കിൽ പിന്നെ വലിയ ക്ഷീണമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇപ്പം ഈ വെയിലില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ തുള്ളി തുള്ളി നടക്കുന്നുണ്ട്. പിന്നെ അവരെല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പിന്നെ 17-ാം തീയതി മസ്രമോൾക്ക് പരീക്ഷ. ഇന്നാമോൾക്ക് എന്നാ പരീക്ഷ? വന്നില്ല. പിന്നെ വേറെന്താ? നോമ്പ് കുറിക്കാനൊക്കെ ഉള്ള സാധനങ്ങളായി. പിന്നെ ഉപ്പാൻ്റെ ഇത്രയും ദിവസം താമസിച്ചെന്ന് പറഞ്ഞാൽ എക്കോ എടുത്ത് ഉപ്പാക്ക് തലയിൽ തന്നെ അഡീഷണൽ ഞരമ്പ് വെച്ച് പിടിപ്പിച്ചേക്കാണ് തലയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് കിഡ്നി സംബന്ധമായ രോഗം, എപ്പോഴും യൂറിൻ പോകും. അതാണ് ഉപ്പാൻ്റെ വയർ, ഞാൻ ഇന്നലെ ഷോർട്ട് വീഡിയോ ഇട്ടില്ലേ, ഉപ്പാൻ്റെ വയർ അങ്ങനെ ഇരിക്കണം. പിന്നെ കമൻറ്റിലൂടെ ഒരാൾ ചോദിച്ചു ഉമ്മ വാപ്പാന, അവരാരെയും ക്യാമറയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജസ്റ്റ് വാപ്പായൊക്കെ ഒന്ന് പാസ് ചെയ്ത് പോയിട്ടുണ്ട് ചെറിയ ഷോർട്ട് വീഡിയോയിലൊക്കെ, അങ്ങനെയാണ് ഇട്ടേക്കണം. ആരുമായിട്ട് പിണക്കവും കാര്യങ്ങളൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ല അൽഹംദുലില്ലാ. നാത്തൂനെയൊക്കെ ഏതോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അവർക്കാർക്കും വീഡിയോയിൽ വരാനും താല്പര്യമില്ല. പിന്നെ വണ്ടി ബുക്ക് ചെയ്യാനായിട്ട് ഇൻഷാ അല്ലാ സഹോദരന് ജോലി ഇല്ലാത്തതിൻ്റെ ഞാനും കാക്കായും കൂടെയാണ് പോയി വണ്ടി ബുക്ക് ചെയ്യണത്. ഡിയോ എടുക്കാമെന്നാണ്, ഇൻഡോർക്ക് എടുക്കാമെന്ന് വെച്ചാൽ വെയിറ്റ് എൻ്റെ കയ്യിൽ താങ്ങൂല. അതുകൊണ്ട് ഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. കാക്കാരെ മിന്നാമോളെ ഉമ്മ സ്കൂട്ടി ഓടിക്കും, ഡിയോയാണ്, സെക്കൻഡാണ്. പിന്നെ അവൾ TTC ആണ് പഠിക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ച്. പിന്നെ ഉമ്മായും ഉപ്പായും കുറച്ച് ദിവസം ഹോസ്പിറ്റലിലായിരിക്കും. റമദാന് നമ്മൾ മാത്രമേ കാണുള്ളൂ, ഞാനും നാത്തൂനും കുട്ടികളും മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് ഒരു വീട്ടിലായിരിക്കും റമദാന് നമ്മൾ വേവിക്കുന്നത്. പിന്നെ അടുക്കളയിലെ പണി ഉടനെ വന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എക്സ്ട്രാ അർജൻറ്റ് പണികൾ നടക്കുന്നു, അതുകൊണ്ടാണ്.
പിന്നെന്താണ് മാഷാ അല്ലാ ഈ വർഷത്തെ റമളാന് നമ്മൾ ഇത്രയും നാൾ നമ്മൾ വാടക വീട്ടിലായിരുന്നു. ഈ വർഷത്തെ റമളാന് നമ്മൾ ഈ വർഷത്തെ റമളാൻ ഇൻഷാ അല്ലാ നമ്മുടെ സ്വന്തം വീട്ടിലാണ്. സ്വന്തം വീട്ടിലുള്ള നോമ്പും മറ്റ് നോമ്പും പ്രത്യേകതയുണ്ട്. കാരണം ഇതാകുമ്പം നല്ല സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ട്. മക്കളും ഹാപ്പിയാണ്. പിന്നെ ഇനിയിപ്പം വേറെ എന്തൊക്കെയാണ് നോമ്പിന് പ്രത്യേകിച്ച് സ്പെഷ്യലുകളൊന്നുമില്ല. ഫ്രൂട്ട്സ് എന്തെങ്കിലും കാണും, കഞ്ഞിയും കാണും, ചോറും കാണും. ഞാൻ ചോറാണ് കഴിക്കുന്നത് കേട്ടോ, ഞാൻ കഞ്ഞി കുടിക്കൂല. മസ്രമോളെയൊക്കെ നിർബന്ധിച്ച് അരച്ചു വിത്ത് കഞ്ഞി എനിക്ക് ഒട്ടും പിടിക്കാത്തതാണ്. പിന്നെ കഞ്ഞി നമുക്ക് വെക്കേണ്ട, കാരണം പിന്നെ വെളുപ്പാൻ കാലത്ത് കാപ്പിയും ചോറും കാണും. അത് ചിലപ്പം പിന്നെ എനിക്ക് ചായ നിർബന്ധമുള്ളതുകൊണ്ട് ചായയും കുടിക്കും. ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ. പിന്നെ കഴിവതും ദീനീപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുക. പിന്നെ നോമ്പിൻ്റെ കാര്യങ്ങളെല്ലാം ഇടയത്താഴം കഴിച്ചിട്ടേ നോമ്പ് പിടിക്കാവൂ. കഴിവതും അതിനാണ് പ്രതിഫലം. പട്ടിണി നോമ്പ് പിടിക്കാണ്ടിരിക്കുക. ഒരുപാട് പേര് ആഹാരം കഴിച്ചിട്ട് വെളുപ്പാൻ കാലത്ത് എണീക്കണ പാട് കരുതി അങ്ങനെ കഴിക്കാണ്ട് ഇരിക്കല്ലേ. പിന്നെ നോമ്പ് മുറിച്ച് ബിസ്മിയും ചൊല്ലി വെള്ളം കുടിച്ചതിന് ശേഷം മാത്രമേ, വെള്ളമോ കാരക്കയോ കഴിച്ചതിന് ശേഷം മാത്രമേ നോമ്പ് മുറിക്കലിൻ്റെ ദുആ പറയാവൂ. ചിലവർക്ക് ആ അറിവില്ല. ചിലവർ ഈ ദുആ പറഞ്ഞിട്ടാണ് നോമ്പ് മുറിക്കുന്നത്. അപ്പോൾ ഈ നോമ്പ് മുറിക്കുമ്പം അതിൻ്റെ അർത്ഥം തന്നെ അള്ളാഹു നീ തന്ന ഭക്ഷണത്തിന്മേൽ ഞാൻ അപ്പോൾ കളവ് പറഞ്ഞ് എന്ന പേരാവും. അത്രയും നേരം പട്ടിണി ഇരുന്ന ഒരു പ്രതിഫലം കിട്ടേയില്ല. അതുകൊണ്ട് കഴിവതും ഇരുന്നിട്ട് വെള്ളം കുടിച്ച്, വെള്ളമോ ഈത്തപ്പഴം അതായത് ഈത്തപ്പഴം കഴിച്ചിട്ട് നോമ്പ് മുറിക്കാൻ ശ്രമിക്കുക. ഇരുന്നിട്ട് കഴിക്കണം. കാരണം ഇത്രയും നേരം ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് ബിസ്മിയും ചൊല്ലി കഴിച്ച് നോമ്പ് മുറിക്കുക. പിന്നെ ബാങ്ക് കേട്ട് തീരുന്നതിന്, അതായത് ബാങ്ക് കേട്ടാലുടൻ നോമ്പ് മുറിക്കാൻ ധൃതി കാണിക്കുക. അതൊക്കെയാണ് ഒരു നോമ്പുകാരൻ്റെ അടയാളങ്ങൾ. പിന്നെ കഴിവതും ദിക്റുകളും സ്വലാത്തുകളും ഖുർആനും ഒക്കെ ഓതാൻ അറിയാവുന്നോളം ഉള്ള അറിവിൽ ഓതുക. മക്കളെ കൊണ്ടും സ്വലാത്തൊക്കെ ഞാൻ ചെല്ലിപ്പിക്കും. പിന്നെ ഒരു ജിസു, നമ്മളൊരു ഖുർആനിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ ഓരോരുത്തരും ഓരോ ജിസു. ഞാൻ ലാസ്റ്റ് ജിസു ആണ് ഓതുന്നത്. ഒരു ജിസു ഓതി മറ്റന്നാ നോമ്പ് 3-ന് ഇതാക്കും. അങ്ങനെ നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ജിസു അങ്ങനെയൊക്കെ വെച്ചിട്ട് കുട്ടികളൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ സമയം കിട്ടില്ല. അപ്പോൾ ഓതാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഓതി എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ ആഡാക്കുക. അങ്ങനെ നമ്മൾ സ്ത്രീകൾ മാത്രമുള്ളൊരു ഗ്രൂപ്പാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ നിയ്യത്താക്കും, ഉസ്താദ് നമുക്ക് ദുആ ചെയ്യും എല്ലാവർക്കും കൂടെ ഒത്ത്. അപ്പോൾ അതുപോലെയുള്ള ദീനീപരമായ കാര്യങ്ങളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെന്താണ്, കഴിവതും ഇടയത്താഴം കഴിക്കുക. ഇതൊക്കെയാണ് നോമ്പ്. തന്നെ രാവിലെ കുളിക്കാൻ ശ്രമിക്കുക. പിന്നെ ഉച്ചയ്ക്ക് കുളിക്കല്ലേ, കാരണം നോമ്പുകാരൻ്റെ ക്ഷീണം വിടും. പിന്നെ വേറെ കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ ചിലവരുടെ ധാരണയുണ്ട് ഉമിനീര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഉമിനീര് ചില കുട്ടികൾ തുപ്പി നിൽക്കും. അതൊക്കെ ഉമിനീര് കുടിച്ചിറക്കാൻ അവരുടെ അടുത്ത് പറയണം. അങ്ങനെ മക്കൾക്ക് അറിയില്ല. പിന്നെ കഴിവതും സന്തോഷമായിട്ട് ചെയ്യുന്നതാണ്. നോമ്പ് സമയത്ത് കുട്ടികളെ ഉറങ്ങാനും, ഒരുപാട് നേരം അങ്ങ് ഉറക്കവും ഇബാദത്താണ് കേട്ടോ. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ദിക്ർ കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ ഉറങ്ങിക്കോളൂ. പിന്നെ അതായത് അർഹതപ്പെട്ടവർക്ക് സക്കാത്ത് കൊടുക്കുക. നമ്മുടെ പരിസരങ്ങളിൽ കണ്ടെത്തി അർഹത ഉള്ളവർ, ഈ വീഡിയോസ് കാണുന്ന അർഹത ഉള്ളവർ സക്കാത്തിനെ കൊടുക്കുക. കാരണം നമ്മളെ ഈ ഒരു മാസം റമളാന്, ഈ ഒരു മാസം അത്രയ്ക്കും പുണ്യമായ മാസമാണ്. പിന്നെ ഇങ്ങോട്ടും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കുക. നമുക്ക് നല്ല മഴയാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇനി ഇവിടെ ക്ലീനിങ്ങും കൂടെ ഉള്ളൂ, നമ്മുടെ ജോലി ഒതുങ്ങി. ഇനിയിപ്പോൾ മക്കളെ തുണികളെല്ലാം മുത്തുമോനെയും മിച്ചുമോനെയും വൈകിട്ടേ കുളിപ്പിക്കാൻ പറ്റൂ. കാരണം അവരിപ്പോൾ കുളിപ്പിച്ചാലും അവരിങ്ങനെ കുരുത്തക്കേട് കാണിച്ചിട്ടേ നിൽക്കും. അപ്പോഴേ നമ്മുടെ അള്ളാഹു നോക്കിക്കൊണ്ട് ഇത്രയും ദിവസം നമുക്ക് റമളാന് ആരും നോമ്പുകാരനെ ശരീരത്തിൽ ക്ഷീണം കൊടുക്കില്ല. നോക്ക് മഴ, മാഷാ അല്ലാ. അതുകൊണ്ട് നമ്മുടെ പൊടിയൊക്കെ ഒന്ന് കുറഞ്ഞു കേട്ടോ. നല്ല മഴയുണ്ട്, വെള്ളം കണ്ട. അതുകൊണ്ട് പൊടിയൊക്കെ ഒന്ന് ഇതായി, കുട്ടികൾക്കൊക്കെ നല്ല കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമാണ്. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ? ഒന്നുമില്ലേ? ഞാൻ മേടിച്ചെടുത്ത നൈറ്റ് ഡ്രസ്സാണ് മക്കൾ ഇട്ടേക്കണത്. ഞാൻ കുളിപ്പിച്ചിട്ട് ഇന്നലെ വൈകിട്ട് ജസ്റ്റ് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളും കൂടെ ഉണ്ടാക്കളെ അപ്പുറത്തോട്ട് പോകാൻ.
ഒരു പാട്ട് പാടി കൊടുന്ന മോളെ. അമ്പിളിച്ചേലുള്ള അമ്പർ മണമുള്ള ഇമ്പത്തരുണിയാൽ പൂമുത്ത് ഹാജറ ദൂതേരി ബിറാഹി ആദരപ്പൂവിൻ്റെ ആയകരും തന്തപ്പൂ തരി ഹാജറ. എല്ലാവർക്കും സലാം പറഞ്ഞോട്. അസ്സലാമു അലൈക്കും.